കോഴിക്കോട് സ്വദേശിയായ ജയന്ത് സാർ. ജയന്ത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നല്ലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഈ സാറോട് എനിക്ക് ചോദിക്കാനുള്ളത്, എയിംസ് കോഴിക്കോട് തന്നെ വരുമോ അല്ലെങ്കിൽ അത് മറ്റു സ്ഥലത്തേക്ക് മാറുമോ? എം കെ രാഘവൻ കോഴിക്കോട് വരുമെന്നാണ് പറഞ്ഞ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിന് ശേഷം അത് വയനാടോ കാസർഗോഡാന്ന് പറഞ്ഞത്. അത് അങ്ങോട്ട് പോയിട്ട് കർണാടകയ്ക്കല്ല ഉപകാരപ്പെടുക. അത് ശരിക്കും കേരളത്തിന് വേണ്ട ഒരു ഇതല്ലേ? അപ്പോൾ അത് കേരളത്തിന് ഉപകാരപ്പെടുന്ന കോഴിക്കോട് പോലത്തെ സ്ഥലത്തേക്കല്ല വരേണ്ടത്. സാറിന് അതിനെപ്പറ്റി എന്താ ഒരു അഭിപ്രായം പറയാനുള്ളത്? ജയന്ത്, വെരി ഗുഡ് മോർണിംഗ്. ജയന്ത്, ഈ ചോദ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഞാൻ ഏതെങ്കിലും ഒരു ജില്ല പറഞ്ഞാൽ മറ്റ് ജില്ലക്കാർ അതിനകത്ത് നീരസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ജയന്ത് പറഞ്ഞതുപോലെ കുറച്ച് കോഴിക്കോടേക്കാകുമ്പോൾ മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും എയിംസിലേക്ക് വരാനുള്ള കൂടുതൽ സൗകര്യമുണ്ടാകും. പക്ഷേ അതേസമയം കാസർഗോഡിൻ്റെ പ്രശ്നം, കാസർഗോഡ് എൻഡോസൾഫാൻ അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. വളരെ പരിമിതികളിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ്. ശരിയാണ് ജയന്ത് പറഞ്ഞതുപോലെ, വേണമെങ്കിൽ മംഗലാപുരത്തേക്ക് പോയി ചികിത്സിക്കാം. പക്ഷേ കാസർഗോഡുകാർ കോഴിക്കോട്ടേക്ക് വരിക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കാസർഗോഡാണെങ്കിലും വയനാടാണെങ്കിലും കോഴിക്കോടാണെങ്കിലും നമുക്ക് എയിംസ് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അത് എവിടെ വരണം എന്ന് തീരുമാനിക്കാം. ചില സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 ഇടങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. വയനാടിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ എയിംസ് വരാൻ കൂടുതൽ സാധ്യത കാസർഗോഡോ അതല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കോഴിക്കോടോ ആയിരിക്കും. അത് എന്താണ് തീരുമാനം എന്നുള്ളത് നമുക്കറിയാം. കാസർഗോഡുകാർ നിരന്തരം ആവശ്യമാണ് അവർക്കൊരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത്. ആ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. വയനാടാണെങ്കിൽ അതിലും ശോചനീയമാണ്. വയനാട്ടിൽ നിന്നൊക്കെ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നതിനിടയിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ പ്രദേശങ്ങളിൽ എയിംസ് വരുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അതേസമയം കോഴിക്കോട് എത്തിയാൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കും കുറച്ചുകൂടി ആക്സസ് ആണ് എന്ന ജയന്തിൻ്റെ നിരീക്ഷണം ശരിയുമാണ്. താങ്ക് യു ജയന്ത്.